എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നോ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ 2-3 ആഴ്ചയല്ലേ വീഡിയോ ഇട്ടിട്ട്. അതിൻ്റെ കാരണങ്ങൾ വഴിയേ പറയാം. ഇന്നത്തെ വീഡിയോ ഒരു വർക്കിംഗ് ഡേയിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇന്നധികം തിരക്കൊന്നും ഇല്ലാതിരുന്നൊരു ദിവസമായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നു കഴിയുമ്പം വീണ്ടും വീഡിയോ ഇടാനായിട്ട് ഭയങ്കര ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ്. അപ്പോൾ നമ്മളങ്ങനെ എല്ലാ ആഴ്ച ഇട്ടു പോകുന്ന ആ ഒരു ഫ്ലോയിലാണെങ്കിൽ അങ്ങ് കുഴപ്പമില്ല. പക്ഷേ ഇടയ്ക്ക് ബ്രേക്ക് വന്നു കഴിയുമ്പം പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ന് ഒരു ഉച്ച സമയമൊക്കെ ആയിട്ടോ ഏതാണ്ട്. അപ്പം ഞാൻ ഈയിടെ എൻ്റെ ജോലി മാറി, പുതിയ ജോലിയാണ്. ഈയിടെ എന്ന് പറഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് 2 months ആയി. എത്ര പെട്ടെന്നാണ് സമയം പോകുന്നതല്ലേ. പുതിയ സ്ഥലമായതുകൊണ്ട് തന്നെ കുറേ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ ആളുകളുമായിട്ട് പരിചയപ്പെടാനും ഇൻട്രാക്ട് ചെയ്യാനും അങ്ങനെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒത്തിരി നല്ല വർക്ക് എൻവയൺമെൻ്റ് ആണ്. എൻ്റെ ലൈഫ് കുറച്ചും കൂടെ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ കംപ്ലീറ്റ് ടീം ഓസ്ട്രേലിയയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ 9 to 5 അങ്ങനെയൊരു വർക്ക് അവേഴ്സാണ്. സത്യം പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഒരു റിലീഫായിട്ട് തോന്നുന്നുണ്ട്. കാരണം എൻ്റെ ഇതിന് മുന്നിലത്തെ ഓർഗനൈസേഷനിൽ ടീമിൽ ഒരുപാട് ഓഫ് ഷോർ റിസോഴ്സായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പണി എങ്ങനെ അങ്ങ് നീണ്ട് പരന്ന് കിടക്കുകയാണ്. നമ്മൾ രാവിലെ കുറച്ചുകൂടെ പതുക്കെ ലോഗിൻ ചെയ്താൽ മതി. എന്നാലും വൈകുന്നേരം നമ്മൾ ഒരു എക്സ്ട്രാ സപ്പോർട്ടൊക്കെ മിക്കവാറും കൊടുക്കേണ്ടി വരും. പിന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ ടീം നമ്മൾ ലോഗ് ഓഫ് ചെയ്തിട്ടും വർക്ക് ചെയ്യുമ്പോൾ അവർക്കിനി എന്തെങ്കിലും എക്സ്ട്രാ സപ്പോർട്ടൊക്കെ വേണമെങ്കിലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ചിലപ്പോൾ നമ്മുടെ ഒരു 8-8:30 ആ ഒരു സമയത്തൊക്കെ വൈകുന്നേരം കുറച്ച് നേരത്തേക്കെങ്കിലും ഒന്ന് ലോഗിൻ ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും മനസ്സിലിങ്ങനെ ആ ഒരു വർക്കിൻ്റെ ഒരു ചിന്തയായിരുന്നു. പക്ഷേ ഇതിപ്പോൾ മോർ ലൈക്ക് നമ്മുടെ പണി നമ്മൾ കറക്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വരെ അങ്ങനെ വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്കിവിടെ വിൻ്ററൊക്കെ കഴിഞ്ഞ് സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്തു. വെതറൊക്കെ കുറച്ച് മെച്ചപ്പെട്ടു. ആ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് കുറച്ചുകൂടെ നല്ല പ്ലസൻ്റ് ആൻഡ് സണ്ണി വെതറാണ്. ഇടയ്ക്ക് മഴയും കാറ്റും തണുപ്പും ഒക്കെ ഉണ്ട്. എന്നാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഡേയ്സ് വരുമ്പോൾ നമുക്ക് നല്ല സന്തോഷമല്ലേ. ഇന്നിപ്പോൾ അങ്ങനെ അത്യാവശ്യം പ്ലസൻ്റ് ആണ്. പക്ഷേ അത്യാവശ്യം നല്ല കാറ്റുണ്ട്. അപ്പം ഞാനിങ്ങനെ വെതറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് ഓർത്തിട്ട് പുറത്തൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ ഒരു കാറ്റാണ് നമുക്ക് ഭയങ്കര ഒരു അത്ഭുതമായി തോന്നുന്നൊരു കാര്യം. അതായത് ഇടിയും മഴയും ഒന്നുമില്ല, കാറ്റ് മാത്രം. ഇത് നമ്മുടെ പ്ലമ്മാണ്. ഇതിലൊക്കെ ഇങ്ങനെ പൂവായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്താണെങ്കിലും കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചു. മുന്നേക്കാണെങ്കിൽ ചെറിയ കാറ്റൊക്കെ ആണെങ്കിലും നമ്മൾ അതൊരു റീസണായിട്ട് അങ്ങനെ മടി പിടിച്ച് പിന്നെ നടക്കണ്ടെന്ന് വിചാരിക്കും. ഇപ്പം എന്താണെങ്കിലും നമുക്ക് ഒരുവിധം പുറത്തിറങ്ങാൻ പറ്റുന്ന കാലാവസ്ഥയാണെങ്കിൽ കുറച്ച് നേരം അതൊരു 15 മിനിറ്റ് ആണെങ്കിലും ഒന്ന് പുറത്തിറങ്ങി ആ സൺലൈറ്റൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ എനിക്ക് ഒത്തിരി റിഫ്രഷിംഗ് ആയിട്ട് തോന്നും. ഞാനിപ്പം ഒരു മുടക്കം വരാത്തൊരു കാര്യമാണ് 15 മിനിറ്റെങ്കിലും ഒന്ന് പുറത്തിറങ്ങുക എന്നുള്ളത് കേട്ടോ. അങ്ങനെ ഞാനൊരു ക്വിക്ക് വോക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഈ ഒരു സമയമായി. ലഞ്ച് ഞാൻ സാധാരണ 1 മണിക്ക് കഴിക്കും. ഇന്നിപ്പോൾ അങ്ങനെ കുറച്ച് ലേറ്റായി പോയി. ഇന്ന് ലഞ്ചിന് സാൻഡ്വിച്ചാണ്, ഒരു ചിക്കൻ സാൻഡ്വിച്ചാണ്. പിള്ളേർക്കും അനീഷിനൊക്കെ ലഞ്ചിന് ഇത് തന്നെ കൊടുക്കും. ഇത് നല്ല ഫില്ലിംഗ് ആണ്. ഓഫീസിൽ നിന്നും സ്കൂളിൽ നിന്നും ഒക്കെ കഴിക്കാൻ നല്ല എളുപ്പമാണ്. ഞാൻ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. ഹലോ, സാൻഡ്വിച്ച് റെഡി ആകുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ കുറച്ച് പേരൊക്കെ എന്നോട് കമൻസിലൂടെ എന്താണ് വീഡിയോ ഒന്നും കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാത്തത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 1 മാസമായിട്ട് ഞാൻ കുറച്ച് ഉഴപ്പായിരുന്നു. അതിന് മുന്നേ എനിക്ക് തോന്നുന്നു ഒരു 4-5 മാസമെങ്കിലും വലിയ കുഴപ്പമില്ലാതെ വീക്കിലി 1 വീഡിയോ എങ്കിലും വെച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ 1 മാസമായിട്ട് നമുക്ക് മടിയെന്ന് പറയുമ്പോൾ ഞാൻ അത്യാവശ്യം കൺസിസ്റ്റൻ്റായി വീഡിയോസ് ഇട്ടിട്ടും നമുക്കങ്ങനെ പറയത്തക്ക ഒരു മാറ്റവും ഇല്ല. അതായത് നമ്മൾ ഇടുന്ന എഫേർട്ടിന് നമുക്ക് നല്ലൊരു റെസ്പോൺസ് കിട്ടുമ്പോഴാണല്ലോ നമുക്ക് വീണ്ടും അത് ചെയ്യാനുള്ള ഒരു എൻകറേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ മടി പിടിച്ചിരിക്കുകയാണ്. എന്നാലും ഞാൻ വിചാരിക്കും ഒരു വീഡിയോ അല്ലേ അത് ചെയ്യാം, അങ്ങനെ വിചാരിക്കും. പക്ഷേ എനിക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഒരു 2-3 ആഴ്ച മുന്നേ എനിക്കൊരു കോൾഡൊക്കെ വന്നിട്ട്, കോൾഡും ചെറിയൊരു കഫൊക്കെ വന്നിട്ട് എൻ്റെ ഒച്ച ആകെ പോയി. അപ്പോൾ ഒച്ചയില്ലാതെ നമുക്ക് പറ്റില്ല. നമുക്കൊക്കെ പറയാനൊരു എക്സ്ക്യൂസുമായി, നമുക്കൊരു കുറ്റബോധം ഇല്ലല്ലോ. അപ്പം സത്യം പറഞ്ഞാൽ അങ്ങനെ ഒട്ടും അതായത് നമ്മൾ റെഗുലറായിട്ട് വീഡിയോസ് കാണുന്നവരുടെ വരെ ഫീഡിൽ നമ്മുടെ വീഡിയോസ് പോകുന്നില്ല. എനിക്ക് തോന്നി യൂട്യൂബിൻ്റെ അൽഗോരിതമാണ് എന്ന് വെച്ചാൽ ഈവൻ നമ്മുടെ ഫാമിലി പോലും അവരൊക്കെ എപ്പോഴും കൃത്യമായിട്ട് കാണുന്നവരാണ്. അപ്പോൾ അവരൊക്കെ എന്നെ വിളിക്കുമ്പോൾ ചോദിക്കും ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇടാറില്ലേന്ന്. അപ്പോൾ അവർ പോലും ഇങ്ങനെ വീഡിയോസ് നമ്മുടെ ചാനലിൽ പോയി നോക്കിയാൽ മാത്രമേ വീഡിയോസ് കാണുന്നുള്ളൂ. അതിൻ്റെ നോട്ടിഫിക്കേഷനൊന്നും വരുന്നില്ല. അതെന്താണെന്ന് അറിയില്ല. അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ വ്യൂസൊക്കെ ഭയങ്കര കുറവായതുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാനിങ്ങനെ ഒട്ടും മോട്ടിവേഷൻ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ മടി പിടിച്ച് ചിലപ്പോൾ തോന്നുന്നത് ഇതങ്ങ് നിർത്തിയാലോ എന്ന് വരെ തോന്നും കേട്ടോ. പക്ഷേ സത്യം പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഇങ്ങനെ വീഡിയോ ഇട്ട് കഴിയുമ്പം എന്ത് റെസ്പോൺസ് ആണെങ്കിലും നമുക്കങ്ങനെ വലിയ വ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ പോലും എനിക്കൊരു സന്തോഷമാണ്. നമ്മുടെ ഒരു എന്താ പറയുക, ഞാൻ പറയും എൻ്റെ ഒരു ചെറിയൊരു പാർട്ട് ഓഫ് മൈ ലൈഫ് അത് കുറച്ചൊരു അതിൻ്റെ ഒരു പോസിറ്റിവിറ്റിയിൽ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ എനിക്കൊരു ഫീൽ ഗുഡാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ കുറച്ച് പേരെങ്കിലും നമുക്കിപ്പോൾ ഒരു 1000 വ്യൂസ് കിട്ടിയാലും മേ ബി അതിലൊരു 100 പേരെങ്കിലും അതിനെ വളരെ സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ടാകാം. അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിക്കുക കേട്ടോ. അപ്പോൾ അത് തന്നെ ഒരു വലിയ കാര്യമാണല്ലേ. കുറച്ച് പേരെങ്കിലും നമ്മുടെ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയും കാണാതിരിക്കുമ്പോൾ ചോദിക്കുകയൊക്കെ ചെയ്യുന്നത് അതൊരു മോട്ടിവേഷനാണ്. എന്നാലും
സം ടൈം കുറച്ച് ബുദ്ധിമുട്ടാണ് ചാനൽ തുടങ്ങിയ സമയത്ത്. അതായത് നമ്മളിങ്ങനെ വീഡിയോസൊക്കെ ഇട്ട് അതൊന്ന് ഒരു ക്ലിക്കായി വരുന്ന സമയമുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പം നമുക്ക് ഭയങ്കര അക്സെപ്റ്റൻസ് ആയിരുന്നു, ഒരുപാട് കമൻസും ഒരുപാട് മെയിലും. അങ്ങനെ നമ്മൾ വളരെ പെട്ടെന്നാണ് നമ്മളൊരു 1K സബ്സ്ക്രൈബേഴ്സ് ആവുന്നത്. എനിക്ക് തോന്നും ആ 1K സബ്സ്ക്രൈബേഴ്സ് ആയതിന് ശേഷം ഒരിക്കലും ഈ ഒരു കഴിഞ്ഞ 2-3 വർഷത്തിനിടെ ഒരു പ്രാവശ്യം പോലും നമുക്ക് അത്രയും ഒരു നല്ല റെസ്പോൺസ് പിന്നെ വന്നിട്ടില്ല എന്നുള്ളതാണ്. അത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്താണെങ്കിലും ഞാനിങ്ങനെ എപ്പോഴും എന്നോട് തന്നെ ചോദിക്കുക എന്തിനാണ് ഈ പരിപാടി ചെയ്യുന്നതെന്നുള്ളത്. അത് എന്നെ സംബന്ധിച്ചൊരു സന്തോഷമാണ്, എനിക്ക് ഒരു ഇഷ്ടമുള്ള, ഞാൻ ഭയങ്കര സന്തോഷത്തോടു കൂടി ചെയ്യുന്ന കാര്യമാണ്. പിന്നെ ഈ വീഡിയോ ഇടുന്ന കാര്യം അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു പോസിറ്റിവിറ്റി നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ നമുക്കൊരിക്കലും ഇങ്ങനത്തെ ഒരു വീഡിയോ ഒന്നും ഇടാനായിട്ട് പറ്റത്തില്ല, എനിക്ക് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പൊക്കെ വരുന്നത്. അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരോട് റിയലി സോറി. ചിലപ്പം എന്താ പറയുക, ഇറ്റ്സ് വെരി ഹാർഡ്, അതുകൊണ്ടാണ് കേട്ടോ. എന്നാലും കഴിയുന്നത്ര കൺസിസ്റ്റൻ്റായിട്ട് ഞാൻ ഇടാനായിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ ഞാനിനി ലഞ്ചൊക്കെ കഴിക്കട്ടെ, ബാക്കി വീഡിയോ കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ സാൻഡ്വിച്ച് കേട്ടോ. ഈ ഒരു ചിക്കൻ സാൻഡ്വിച്ച് എനിക്ക് തോന്നുന്നു ഞാൻ പല പ്രാവശ്യം ഷെയർ ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇന്നലെ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഗ്രിൽഡ് ചിക്കൻ നമ്മൾ മിക്സിയിലൊക്കെ ഇട്ടൊന്ന് പൾസ് ചെയ്യുക, കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൾസ് ചെയ്യില്ലേ, അതുപോലെ. പിന്നെ കുറച്ച് വെജീസ് ആഡ് ചെയ്യുക. ഞാനൊരു 2 സ്പൂൺ തൈരും പിന്നെ ഒരു ഇത്തിരി മയണൈസ് അല്ലെങ്കിൽ ഇത്തിരി ചില്ലി സോസ് എന്ന് വെച്ചാൽ ഒരു പേരിനാണ് കേട്ടോ. ഒരു 1 ടീസ്പൂൺ വളരെ കുറഞ്ഞൊരളവിൽ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം ആഡ് ചെയ്യുന്നതാണ്. ഇത് ഓഫീസിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാതെ സാധാരണ ബ്രെഡിൽ ജസ്റ്റ് ഈ സാൻഡ്വിച്ച് ആ ഒരു മിക്സ് ഫില്ല് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോകും. നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇത് സേറ ഫാദേഴ്സ് ഡേക്ക് ബേക്ക് ചെയ്ത പിസ്റ്റാഷ്യോ കേക്കാണ് കേട്ടോ, പിസ്റ്റാഷ്യോ ചീസ് കേക്ക്. നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് കേക്ക് എൻ്റെ വീക്ക്നെസ് ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും ചില കേക്കുകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഒരു രക്ഷയില്ലായിരുന്നു. അവൾ തന്നെ ഫുൾ A to Z അവൾ തന്നെ ചെയ്താണ്, ഞാൻ ഒരു ഹെൽപ്പും ചെയ്തിട്ടില്ല. ഇനി എപ്പോഴെങ്കിലും വരുന്നൊരു വീഡിയോയിൽ അവളെ കൊണ്ട് കേക്കൊക്കെ ഉണ്ടാക്കി റെസിപ്പി ആയിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നു. അപ്പം അങ്ങനെ ഞാൻ കേക്കൊക്കെ എൻജോയ് ചെയ്ത് കഴിച്ച് പിന്നെ കുറേ നേരം പണിയൊക്കെ എടുത്ത് കറക്റ്റ് 4 മണിയാകുമ്പോൾ പിന്നെ ചായ ഉണ്ടാക്കും. ഈ 4 മണിക്കത്തെ ചായ എന്ന് പറയുമ്പോൾ പോലെ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ഉച്ച കഴിഞ്ഞ് പണിയെടുക്കുന്നത് തന്നെ 4 മണിയാകുമ്പോൾ ചായ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ചായയൊക്കെ എടുത്ത് കുറച്ച് പണിയൊക്കെ ചെയ്ത് അപ്പോൾ ഞാനിപ്പോൾ ഒരു 5 മണി 5:15 ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും എന്താണെങ്കിലും ലോഗ് ഓഫ് ചെയ്യും. ഇന്നങ്ങനെ അധികം കുക്കിംഗ് ഒന്നും ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ. നമുക്കിങ്ങനെ കുറേ കുക്കിങ്ങും ക്ലീനിങ്ങും കുറേ പണികളുള്ള വീഡിയോസ് കാണാനാണ് പൊതുവെ ആളുകൾക്ക് ഇഷ്ടം എന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ ഈ പണികളൊക്കെ പ്രത്യേകിച്ച് കുക്കിങ്ങൊക്കെ അത് ചെയ്യുമ്പോൾ ഒരു 2-3 ഡേയ്സിൽ കുക്കിംഗ് അങ്ങ് ഒരുമിച്ച് ചെയ്യുക. പിന്നെ അടുത്ത 2 ദിവസം ഒരു മിനിമൽ കുക്കിംഗ്, അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യാറുള്ളത്. അതാണ് ഞാൻ എൻജോയ് ചെയ്യുന്നത്. നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്തിന് ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നത്. നമ്മൾ ഈ കുക്കിങ്ങിൻ്റെ ഫ്രീക്വൻസി കുറച്ചാൽ തന്നെ നമ്മുടെ വീട്ടിലെ പണി പകുതി കുറഞ്ഞതായിട്ട് തോന്നും. അടുക്കളയിൽ നമ്മൾ ചെറിയൊരു കുക്കിങ്ങിനാണെങ്കിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ കുറേ പാത്രങ്ങൾ നിരക്കും, അടുക്കള മൊത്തം നിരക്കും. അപ്പോൾ അതെല്ലാം അല്ലേ, പാത്രം കഴുകണം, ക്ലീൻ ചെയ്യണം, അങ്ങനെ കുറേ പണികളാണ്. ഇന്നിപ്പോൾ അങ്ങനെ വേറെ അധികം പണികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ക്ലീനിങ് ചെയ്യാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഓർക്കുന്നുണ്ടാകും, എന്നും കുറച്ച് സമയം, എന്നും ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കോർണർ ക്ലീൻ ചെയ്യാനോ ഒതുക്കി വെക്കാനോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ഞാനിങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീക്കെൻഡിലാണ് പൊതുവെ എല്ലാവരും ക്ലീനിങ്ങും ഗ്രോസറിയും കുക്കിങ്ങും എല്ലാ പരിപാടികളും വീക്കെൻഡിലാണ്. നമ്മുടെ വീക്കെൻഡ് ഫുൾ പാക്ഡാണ്. അതിന് പകരം നമ്മൾ ഈ ക്ലീനിങ് എന്ന് പറയുന്നത് വീക്കെൻഡിലോട്ട് വെക്കാതെ എല്ലാ ദിവസവും കുറച്ച് സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്താൽ നമുക്ക് എപ്പോഴും അത്യാവശ്യം വൃത്തിയുള്ളൊരു വീടുണ്ടാവും. വീക്കെൻഡ് നമ്മൾ ഒരുപാട് സമയം ഈ ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് എക്സോസ്റ്റ് ആയി പോകില്ല. ആൻഡ് നമ്മളിങ്ങനെ ഒരു ദിവസത്തേക്ക് വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർ 2 ആഴ്ച കൂടുമ്പോൾ ആകും അല്ലേ, ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് നമ്മൾ വീക്കെൻഡ് ബിസി ആണെങ്കിൽ അപ്പോൾ നമ്മളിങ്ങനെ എല്ലാ ദിവസവും നോക്കുമ്പോൾ നമ്മളിങ്ങനെ നിരന്ന് കിടക്കുന്ന ഒരു വീടും, എന്നാൽ നമുക്ക് കുറേ ജോലികളുണ്ട് താനും. നമുക്കിങ്ങനെ ചുറ്റും നോക്കുമ്പോൾ ഒരു പണിയും തീരാത്ത പോലെ തോന്നും. അതേസമയം എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, നമ്മൾ ഈ കാര്യങ്ങൾ ഒന്ന് ഓർഗനൈസ്ഡ് ആക്കി വെക്കുന്ന ഒരു ഭയങ്കര വൃത്തിയിൽ അങ്ങനെ ഇൻസ്റ്റാ പിക്ചർ പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെയൊന്നുമല്ല, അത്യാവശ്യം ഒരു ഒതുങ്ങിയിരിക്കുന്ന രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ശരിക്കും നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫിൻ്റെ ക്വാളിറ്റീനെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഞാനിങ്ങനെ പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കിങ്ങനത്തെ ഒരു ഹാബിറ്റും ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ബ്രെയിനും വയേർഡായിരുന്നു, അങ്ങനെയായിരുന്നു. നമ്മളിങ്ങനെ നിരന്ന് കിടക്കുന്ന സാധനങ്ങളൊന്നും കാണില്ല, അല്ലെങ്കിൽ നിരത്ത് കിടക്കുന്ന ഒരു സാധനം നമ്മളതിനെ ക്രോസ് ചെയ്ത് പല പ്രാവശ്യം പോയാലും അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടില്ല. നമ്മളെല്ലാവരും ഇങ്ങനെ എന്താ പറയുക, ഇവോൾവ് ആവുക എന്ന് പറയില്ലേ, നമ്മൾ ഓരോ നല്ല നല്ല ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നതാവാം, നമ്മുടെ ചിന്തകൾ മാറുന്നതാവാം, നമ്മുടെ പ്രയോറിറ്റീസ് മാറുന്നതാവാം.
അങ്ങനെ പല കാരണങ്ങൾ നമ്മുടെ ഈ ഒരു ഹാബിറ്റ് ചേഞ്ചിന് പിന്നിലുണ്ടാകാം. പക്ഷേ നമ്മൾ ഒരിക്കലും അതിൻ്റെ ഒരു ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ നമുക്കൊരു ടേണിംഗ് ബാക്ക് ഉണ്ടാവില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇങ്ങനെ നമുക്ക് കുറച്ച് സമയം കിട്ടുമ്പോൾ നമുക്ക് പറ്റുന്ന പോലെ അവിടെ ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യുക, ഒന്ന് വൃത്തിയാക്കി വെക്കുക, ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒഴിവാക്കുക, ഇതൊക്കെ വളരെ നാച്ചുറലായി വരുന്ന കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെ സാഹചര്യത്തിൽ നമുക്ക് ഓരോ പ്രയോറിറ്റീസ് ആണ് അല്ലേ. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ കുറച്ച് ടഫായിട്ടുള്ള ഒരു സ്റ്റേജിൽ കൂടിയാവാൻ നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ പറയും പോലെ ഇതൊന്നും ആയിരിക്കില്ല നമ്മുടെ പ്രയോറിറ്റി, ഇതിലും വലിയ കാര്യങ്ങളുണ്ടാകാം, നമ്മൾ ഭയങ്കരമായ സ്ട്രഗിളിൽ കൂടെ കടന്നു പോകുന്നുണ്ടാകാം. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കമ്പയർ ചെയ്യാതിരിക്കുക. ബി കൈൻഡ് ടു യുവർ സെൽഫ്. നമ്മൾ പലപ്പോഴും നമ്മളല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത് ബാക്കിയുള്ളവർ നമ്മളോട് ഭയങ്കര സ്നേഹത്തോടു കൂടിയും കരുതലോടു കൂടിയൊക്കെ പെരുമാറണം എന്നാണ്. പക്ഷെ എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല. അതുകൊണ്ട് നമ്മുടെ സാഹചര്യത്തിലും നമ്മുടെ അവസ്ഥയിലും നമുക്ക് പറ്റുന്ന അത്രയും നമ്മളെ കരുതുക, നമ്മളെ സ്നേഹിക്കുക, നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യുക. പലപ്പോഴും പലരും പറയാറുണ്ട് ഇതൊക്കെ ഇങ്ങനെ കേൾക്കാൻ എളുപ്പമാണ്, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. എനിക്ക് തോന്നുന്നത് കാഴ്ചപ്പാടിലുള്ള ഒരു പ്രശ്നമാണ്. പലർക്കും നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതാൻ ഭയങ്കര പാടാണ്, അതെന്തോ ഒരു തെറ്റാണെന്നുള്ളൊരു വിചാരമാണ്. പക്ഷേ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യും, നമ്മളെ സ്നേഹിക്കാനൊക്കെ സമയം കണ്ടെത്തുമ്പം സത്യം പറഞ്ഞാൽ നമുക്ക് വി ഫീൽ സോ ഗുഡ്, വി ഫീൽ സോ ഹാപ്പി. അപ്പോൾ അങ്ങനെ നമ്മൾ ഹാപ്പി ആയിരിക്കുമ്പോൾ ഹാപ്പിനെസ് ഈസ് കണ്ടേജിയസ് എന്ന് പറയില്ലേ, ആ ഒരു സന്തോഷം നമ്മുടെ ചുറ്റുമുള്ളവരിലോട്ടും പകരും. അതുകൊണ്ട് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സെൽഫ് ലവ് എന്നതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്തുക. ആൻഡ് അതിനു വേണ്ടി എപ്പോഴും കുറച്ച് സമയം മാറ്റി വെക്കുക. ഡെഫിനറ്റ്ലി അത് നിങ്ങളുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യും, ഒരു സംശയവും. ഇതാണ് എൻ്റെ ഒരു കുറച്ച് മേക്കപ്പ് സാധനങ്ങളും ഇയർ റിങ്സും കുറച്ച് നമ്മുടെ ഒരു സംഭവങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഈ ഒരു 3 ഡ്രോയറിലായിട്ട് കേട്ടോ. ഇത് വല്ലപ്പോഴും, ഇത് ഞാൻ മാത്രമേ അങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ. വല്ലപ്പോഴും മൺസിനൊരു 1.5 മാസം 2 മാസമൊക്കെ കൂടുമ്പോൾ ഒന്ന് അടുക്കി പെറുക്കി വെക്കും, നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഇതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുമായിരുന്നു, അതങ്ങനെ ഒന്ന് അടുക്കി പെറുക്കി അങ്ങനെ വെച്ചു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ പരിപാടി. ഇതിപ്പോൾ ഒരു 15-20 മിനിറ്റ്സ് എടുത്ത് കാണും. ഞാൻ എന്നും എന്ന് പറഞ്ഞാലും ആഴ്ചയിൽ 7 ദിവസവും നടത്തില്ല കേട്ടോ. കാരണം ചില ദിവസങ്ങൾ നമ്മൾ ഭയങ്കര ഡൗൺ ആയിരിക്കും, അല്ലെങ്കിൽ ജോലിയിൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഈ ഒരു 15-20 മിനിറ്റ്സ് പോലും വലിയൊരു സമയമായിട്ട് തോന്നും. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനത്തെ വേറെ എക്സ്ട്രാ പണിക്കൊന്നും പോകില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് വീക്കിലി ഒരു 3-4 ഡേയ്സ് എങ്കിലും നമുക്ക് ഈ ഒരു 20-30 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഗുഡ് ഇനഫ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പം നാളെ ഞാൻ കുറച്ച് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനുള്ള ഗ്രേവി ഞാൻ ഓൾറെഡി ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ബട്ടർ പനീറൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതിൻ്റെ അതേ മസാലയാണ്. ഞാനത് കാണിച്ചിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2-3 പോർഷനുള്ളത് ഉണ്ടാക്കും, എന്നിട്ട് 2 പോർഷൻ ഫ്രീസ് ചെയ്യും. നമ്മളിതുകൊണ്ട് പനീർ ബട്ടർ മസാല ഉണ്ടാക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇത് ഡീഫ്രോസ്റ്റ് ചെയ്യുക, ഇതിലോട്ട് പനീർ ക്യൂബ്സ് കട്ട് ചെയ്ത് ഇടുക, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് മേത്തി ലീവ്സ് ഞാൻ ആഡ് ചെയ്യും. വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ചിക്കൻ ആണെങ്കിലും കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കിടക്കാൻ നേരത്തെ ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും ഇത് ഡീഫ്രോസ്റ്റ് ആയിട്ടിരിക്കും. പിന്നെ നമ്മളത് ജസ്റ്റ് കുക്ക് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ഞാൻ റീസെൻ്റ്ലി ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് തന്തൂരി നാൻ ഫ്രോസൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് നാൻ. അപ്പം ഞാൻ പിന്നെ ബട്ടർ ചിക്കൻ നമ്മൾ വീട്ടിലുണ്ടാക്കുമല്ലോ, അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ നാളെ ലഞ്ചിന് നാനും ബട്ടർ ചിക്കനും കൂടെ കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. പിള്ളേർക്ക് രാത്രി ഡിന്നറിനും കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു 2-3 ടൈം അങ്ങനെ പ്ലാൻ ചെയ്ത് കുക്ക് ചെയ്യുക. കാരണം എനിക്ക് തോന്നാറുണ്ട് ഈ കുക്കിംഗ് എന്ന് പറയുന്ന പരിപാടി കാര്യമായിട്ടില്ലെങ്കിൽ തന്നെ നമ്മുടെ പണി പകുതി കുറഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ലാർജ് ക്വാണ്ടിറ്റിയിൽ കുക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ എളുപ്പ വഴികൾ നമുക്ക് കുക്കിംഗ് ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന സാൻഡ്വിച്ച് അതുപോലുള്ള റെസിപ്പികളൊക്കെ ചെയ്യാം. ഇത് ഞാൻ റീസെൻ്റ്ലി ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു ഡിപ്പാണ് കേട്ടോ. നല്ല എളുപ്പമാണ്. ഇതൊന്നുമില്ല, കുറച്ച് തൈര്, അതിലോട്ട് കുറച്ച് ചില്ലി സോസും കുറച്ച് ഡീജൻ മസ്റ്റർഡിലെ ആ സോസും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ട് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മെയിനായിട്ട് തൈരാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു സംഭവങ്ങളിടുമ്പോൾ ഇതിൻ്റെ ചെറിയൊരു ഫ്ലേവർ വരും. നമ്മൾ മറ്റേ ചിക്കൻ സാൻഡ്വിച്ചിലിട്ടില്ലേ, ഏതാണ്ട് അതൊക്കെ തന്നെ നമ്മൾ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തുന്നു. പിന്നെ നമ്മൾ ഈ മേടിക്കുന്ന ഡ്രസ്സിങ്സും സോസും അത് തന്നെ നമ്മൾ വലിയൊരു ക്വാണ്ടിറ്റിയിൽ യൂസ് ചെയ്യണ്ടല്ലോ. ഇത് നല്ല യമ്മിയാണ് കേട്ടോ, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇവിടുത്തെ ഈ ഒരു യോഗട്ടിന് അങ്ങനെ അധികം പുളിയില്ലാത്തൊരു തൈരാണെങ്കിലാണ്, നമ്മുടെ ഗ്രീക്ക് യോഗട്ട് അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതങ്ങനെ മിക്സ് ചെയ്തു. അപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് ടോഫു ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു, ചിക്കനും ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഗ്രില്ല് ചെയ്ത അതേ മസാലയിൽ തന്നെ ടോഫു കോട്ട് ചെയ്തിട്ട് ഗ്രില്ല് ചെയ്തത്, ജസ്റ്റ് പാൻ ഫ്രൈ ചെയ്തേ, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാനിന്ന് കുറച്ച് സാലഡ്, നമ്മുടെ അടുത്ത് ക്യാൻഡ് ചിക്പി ഉണ്ട്, ആ ചിക്പിയിലോട്ട് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ അരിഞ്ഞിടുക, കുറച്ച് സീസണിങ് ഒക്കെ ആഡ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം നമുക്ക് ശടപടേന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ കാര്യങ്ങളാണ്.
പിന്നെ കൗണ്ടർ ടോപ്പിലിരിക്കുന്ന കുറേ പാത്രങ്ങൾ കാണുന്നില്ലേ, അത് നമ്മുടെ ഓണസദ്യയുടെ ബാക്കി കറികളാണ്. നമ്മുടെ ഓണം സെലിബ്രേഷൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം ഷെയർ ചെയ്യാം. ഇത് ചിക്ക് പീ സാലഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിത് പല പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. ഈ ക്യാൻഡ് സംഭവങ്ങൾ മേടിക്കുന്നത് എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നാറുണ്ട്. വളരെ റീസണബിൾ പ്രൈസിങ് ആണ്, നല്ല ടേസ്റ്റിയാണ്. നമുക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ നമ്മൾ ഈ ചിക്ക് പീ കുക്ക് ചെയ്ത് സാധാരണ നമ്മൾ ഒന്നുകിൽ അത് ഫ്രിഡ്ജിൽ വെക്കും അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യും, അങ്ങനെയൊക്കെയല്ല. ഇത് നമുക്ക് ആവശ്യത്തിന് ആ ഒരു ക്യാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു നേരത്തേക്ക് ഏതാണ്ട് കറക്റ്റാണ്. അപ്പം ഞാനതിലോട്ട് പിന്നെ കുറച്ച് വെജീസും ചില്ലി ഫ്ലേക്സും കുറച്ച് ഓയിലും ഉപ്പും കുറച്ച് വിനെഗറും, ഇത്രയേ ഉള്ളൂ. വളരെ ബേസിക് ആയിട്ടുള്ള ഡ്രസ്സിംഗ് ആണ്. നമ്മുടെ സാലഡ് റെഡി. ഇതാണ് എൻ്റെ ഡിന്നർ. 2-3 പീസ് ടോഫു, കുറച്ച് സാലഡ്, പിന്നെ നമ്മുടെ ഡിപ്പ്. ടോഫു നല്ലതാണ്, നല്ലതാണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. എനിക്കിതിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമൊന്നുമല്ല, പക്ഷേ നല്ല റിച്ച് ഇൻ പ്രോട്ടീനാണ്, വളരെ ലോ കാലറിയാണ്, നല്ല ഫില്ലിംഗ് ആണ്. എനിക്കിങ്ങനെ ഗ്രില്ല് ചെയ്തിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നി. പിന്നെ പറയുമ്പോൾ ഡിപ്പിൽ മുക്കി കഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉള്ളതായിട്ട് തോന്നി. എനിക്കിത് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഞാനിനി ഇത് വീണ്ടും ഉണ്ടാക്കുന്നു. അനീഷിന് ഡിന്നറിന് ഇതിൻ്റെ കൂടെ 2 ഗ്രിൽഡ് ചിക്കനും കൂടെ കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഗ്രിൽഡ് ചിക്കനൊക്കെ 2-3 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ മൈക്രോവേവ് ചെയ്താലും ഒരു കുഴപ്പമില്ല. പിള്ളേർക്ക് ഇന്ന് സദ്യയാണ്, ഇവർക്ക് സദ്യ ഇഷ്ടമാണ് കേട്ടോ. ചോറും കുറേ കറികൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ 2-3 ദിവസമായിട്ട് ലഞ്ചിനോ ഡിന്നറിനോ എന്തിനെങ്കിലുമൊക്കെ ഒരു നേരം ഞാനിങ്ങനെ ചോറും കറികളും കൊടുക്കും. അത് അവർ ഹാപ്പി ആയിട്ട് കഴിച്ചോളും. ഇത് കുറച്ച് ഓവർനൈറ്റ് ഓട്സ്, നാളെ ബ്രേക്ക്ഫാസ്റ്റിന് അനീഷിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അവക്കാഡോ ടോസ്റ്റ് ഉണ്ടാക്കി കഴിക്കാമെന്ന് ഓർക്കുന്നത്. പിള്ളേർക്ക് സീരിയലും എഗ്ഗും അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ സിമ്പിളാണ്. 3-4 ദിവസമെങ്കിലും ഇങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന പോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതങ്ങനെ ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട്, പിന്നെ ഞാൻ മധുരം ആഡ് ചെയ്യുന്നതിന് പകരം നമ്മളൊരു 2-3 ഡേറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്വീറ്റാണ്. നമ്മളിതിന് പിന്നെ വേറെ എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ മധുരം എന്ന് പറയുമ്പോൾ മധുരം തന്നെയാണ്. നമ്മൾ രാവിലെ ശരിക്കും പറഞ്ഞാൽ സ്വീറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷേ ഇതങ്ങനെ ഒത്തിരി സ്വീറ്റൊന്നും അല്ല. ഞാൻ 2-3 ഡേറ്റ്സ് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് വെച്ചിട്ട് രാവിലെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത് കഴിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് കിച്ചണൊക്കെ ഒരുവിധം ക്ലീൻ ആയിരുന്നു. വലിയ കുക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അധികം സമയം എടുത്തില്ല. ഞാൻ അന്നേരം വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പം ഞാൻ കിടക്കാൻ നേരത്ത് ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കുറേ ദിവസമായി വിചാരിക്കുന്നു, ഒന്നിങ്ങനെ കാമായിട്ടിരുന്ന് ഒന്ന് റിഫ്ലക്റ്റ് ചെയ്ത് കുറച്ച് പ്ലാനിങ്ങും പിന്നെ ചില കാര്യങ്ങളില്ലേ, നമ്മളിപ്പോൾ 25 തീരാറായില്ലേ പറഞ്ഞു വരുമ്പോൾ, സെപ്റ്റംബർ പകുതി ആവാറായി. കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലാണ് ദിവസങ്ങൾ പോകുന്നതെന്ന് ശരിക്കും തോന്നും. നമ്മൾ 25 തുടങ്ങുമ്പം അല്ലേ, നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കുറച്ച് പ്ലാനൊക്കെ ഉണ്ടാവുമല്ലോ. എനിക്കും ഓരോ പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വലിയൊരു ഗോൾ എന്നുള്ളതിനേക്കാളും കുറച്ച് നല്ല ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യുക. എത്ര വർഷം കഴിഞ്ഞാലും അതെൻ്റെ കൂടെ നിൽക്കണം. അതിൻ്റെ ബെനിഫിറ്റ്സ് എനിക്കത് ശരിക്കും മനസ്സിലായി കഴിയുമ്പോൾ, നമ്മളെല്ലാവരും അങ്ങനെയാണ്, നമ്മളൊരു നല്ല ശീലത്തിൻ്റെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് മനസ്സിലായി കഴിയുമ്പോൾ പിന്നെ നമുക്ക് അതിട്ടിട്ട് പോകാൻ തോന്നില്ല. പക്ഷേ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ, ആഴ്ചകൾ, ചിലപ്പോൾ മാസങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും, ഒരു വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുന്നതാവട്ടെ, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും നടക്കാൻ പോകുന്നതാകട്ടെ, രാവിലെ നേരത്തെ എണീക്കുന്നതാവട്ടെ, എന്ത് കാര്യമാണെങ്കിലും നമുക്ക് അത് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുന്ന ആ സമയത്തുള്ള ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അതായിരിക്കില്ല അത് ആക്ച്വലി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട സമയത്ത്. ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ എക്സ്ക്യൂസസിൻ്റെ ഒരു നീണ്ട നിര തന്നെ നമ്മുടെ മനസ്സിലോട്ട് വരും. പക്ഷേ ആ എക്സ്ക്യൂസസിനെയൊക്കെ അതിജീവിച്ച് ഓക്കെ എന്ത് വന്നാലും ഞാനിത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്, ഞാനത് ചെയ്യും എന്നുള്ള ആ ഒരു മനസ്സുണ്ടല്ലോ, നമുക്ക് അതങ്ങനെ പെട്ടെന്ന് വരണമെന്നില്ല. ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എളുപ്പമായിരുന്നെങ്കിൽ എല്ലാവരും അത് ചെയ്തേനെ അല്ലേ. ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുന്നത് എളുപ്പമായിരുന്നെങ്കിൽ എല്ലാവരും അത് ചെയ്യായിരുന്നു. പക്ഷെ ഇതൊന്നും എളുപ്പമല്ല. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് നല്ല ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാനും വേണ്ട ഒരു മനസ്സ് നമുക്ക് വേണം. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നമുക്കിങ്ങനെ പുതിയതായി ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പല പ്രാവശ്യം അത് സ്റ്റാർട്ട് ചെയ്യുന്നു, പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ വളരെ പുച്ഛത്തോടു കൂടി എന്നോട് പറയും, കുറേ കാലമല്ലോ ഇത് തുടങ്ങിയിട്ട്, ഒന്നുകിൽ ഇത് വേണ്ടാന്ന് വെക്ക്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വർക്കൗട്ട് നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. എപ്പോഴും നമ്മളിങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നു, 2-3 ദിവസം ചെയ്യുന്നു, 2-3 ദിവസം നന്നായിട്ട് ഡയറ്റൊക്കെ നോക്കുന്നു, അത് കഴിയുമ്പോൾ വീണ്ടും എന്തെങ്കിലും ഒരു പരിപാടി വരുന്നു, അല്ലെങ്കിൽ നല്ലൊരു ഫുഡ് കഴിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി വരുന്നു, അപ്പോൾ നമ്മളെല്ലാം മറക്കുന്നു, ഫുഡ് അടിക്കുന്നു, പിന്നെ നമ്മുടെ വർക്കൗട്ട് മറക്കുന്നു. ഇതൊരു സൈക്കിളാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പം നമ്മൾ വളരെ പുച്ഛത്തോടു കൂടെ നമ്മളോടൊന്ന് ചോദിക്കുക, ഒന്നുകിൽ ഈ പരിപാടി നിർത്ത്, ഞാൻ വർക്കൗട്ട് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ബോഡി എന്നുള്ള കാര്യം ഞാൻ വിടുന്നു, എനിക്ക്
തോന്നിയ പോലെ അങ്ങനെ ജീവിക്കുന്നു. ഞാൻ അതിനെ വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. അല്ലാതെ ഇങ്ങനെ ഒരു ഉളുപ്പില്ലാതെ നമ്മൾ എല്ലാ ആഴ്ചയും ഇത് തുടങ്ങുന്നു, എല്ലാ ആഴ്ച ഇത് നിർത്തുന്നു. നമ്മളോട് നമ്മൾ ചെയ്യുന്ന പ്രോമിസിന് നമ്മൾ കുറച്ചും കൂടി ഒരു വാല്യൂ കൊടുക്കണ്ടേ? എനിക്ക് അങ്ങനെ ചോദിക്കുന്നത് എനിക്കത് ശരിക്കും എനിക്ക് തന്നെ അതൊരു എഫക്റ്റീവായി തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ സ്വസ്ഥമായിട്ട് നമുക്ക് സമയം കിട്ടുമ്പോൾ ഒരു സ്ഥലത്തിരുന്നിട്ട് നമ്മളിങ്ങനെയൊന്ന് ആലോചിക്കാം, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ ശരിക്കും സീരിയസ്, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള എന്തുകൊണ്ടാണ് വൈ, അതിനുള്ള കറക്റ്റ് ഒരു ഉത്തരം കണ്ടുപിടിക്കുക, അത് എഴുതുക. ഞാൻ റെഗുലറായിട്ട് ജേർണലിംഗ് ഒന്നും ചെയ്യാറില്ല, പക്ഷേ ചില സമയങ്ങളിൽ ഞാനിങ്ങനെ കുറച്ച് സമയമെടുത്ത് ഇങ്ങനെ ആലോചിക്കും, ഓരോ കാര്യങ്ങൾ എഴുതും. എന്തുകൊണ്ടാണ് എനിക്കത് പറ്റാത്തത്, എന്തുകൊണ്ടാണ് ഞാൻ കൺസിസ്റ്റൻ്റ് ആവാത്തത്. നമ്മളങ്ങനെ സ്വസ്ഥമായിട്ടിരുന്ന് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴുണ്ടല്ലോ ശരിക്കും നമ്മളെ അത് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഞാൻ കുറച്ച് ആലോചനകളൊക്കെ നടത്തി. അപ്പോൾ നമ്മുടെ മനസ്സൊന്ന് കാമാവും, നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ചും കുറച്ചുകൂടെ ക്ലാരിറ്റി വരും. അങ്ങനെ നമ്മളെ ശരിക്കും ഒരു റിഫ്രഷ് ചെയ്യുന്ന, നമുക്ക് നല്ലൊരു സമാധാനം തരുന്നൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇരുന്ന് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ഈവനിങ്. പിന്നെ നമ്മുടെ ഓണം, ഞങ്ങൾ 2 ഓണം സെലിബ്രേഷൻ ഓൾറെഡി കഴിഞ്ഞു, ഇനി ഒരെണ്ണം കൂടിയുണ്ട്. ഇതൊരു 2 വീക്സ് മുന്നേ ഇവിടെ ഒരു ഉദയ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഓണപ്പരിപാടി ഉണ്ടായിരുന്നു. നിഖില വിമലൊക്കെ വന്നിട്ടുള്ള വലിയൊരു പരിപാടിയായിരുന്നു. എനിക്ക് തോന്നുന്നു 1000-ൽ കൂടുതൽ ആളുകളുണ്ടായിരുന്നു. സദ്യയും കുറേ കൾച്ചറൽ പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് നമ്മളിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് പോകുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ വലിയ പരിപാടിക്ക് പോകുന്നതിനും കൂടുതൽ നമ്മുടെ ചെറിയ കൂട്ടായ്മകളാണ് എനിക്കിഷ്ടം. അതാകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് നല്ല മീനിങ് ഫുൾ കോൺവെർസേഷൻസും ഫണ്ണും ഒക്കെ എനിക്കതിലാണ് കേട്ടോ. പക്ഷേ ഇത് നമ്മൾ എങ്ങനെയുണ്ടെന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ പോയതാണ്. ഇത് നമ്മുടെ ശരിക്കുള്ള ഓണത്തിൻ്റെ അന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ സ്വന്തമായിട്ടൊരു സദ്യ ഉണ്ടാക്കുന്നത്. നമ്മൾ നാട്ടിലൊക്കെയുള്ള സമയത്തെന്ന് പറഞ്ഞാൽ എപ്പോഴും എൻ്റെ വീട്ടിലോ അനീഷിൻ്റെ വീട്ടിലോ ഒക്കെ ആയിരിക്കും ഓണത്തിന്, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ അടുത്തുണ്ടാവും. അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഒരു സദ്യ ഉണ്ടാക്കുന്ന ഒരു ചോദ്യമേ വരുന്നില്ല. ഇവിടെ വന്നിട്ടാണെങ്കിലും എപ്പോഴും നമ്മളിങ്ങനെ ഒരു ഗെറ്റ് ടുഗദറാണ്. ഇപ്രാവശ്യം ഓണം ഫ്രൈഡേ ആയിരുന്നല്ലോ. ആ ഫ്രൈഡേ ഞങ്ങൾ വർക്കിംഗ് ആയിരുന്നു. പക്ഷേ എൻ്റെ കസിൻസ് സിഡ്നിയിലുള്ള, നമ്മൾ പണ്ടത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്, അവർ ഒരു അൺപ്ലാൻഡ് ആയിട്ട് കറക്റ്റ് ഓണത്തിൻ്റെ അന്ന് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും നമുക്ക് കമ്പനി ഉണ്ടല്ലോ, അപ്പോൾ സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതായിരുന്നു സദ്യ ഉണ്ടാക്കാനുള്ള എൻ്റെ ഇൻസ്പിറേഷൻ. അപ്പം ഞാൻ 2 ദിവസമായിട്ട് ബുധനും വ്യാഴാഴ്ചയും വൈകുന്നേരങ്ങളിൽ അങ്ങനെ 3-4 കറിയൊക്കെ കുക്ക് ചെയ്ത് നല്ലൊരു അടിപൊളി സദ്യ തന്നെ ഉണ്ടാക്കി. ബോളിയും പാൽപ്പായസവും വരെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ആ ബോളീൻ്റെയും പാൽപ്പായസത്തിൻ്റെ ഒക്കെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ യൂട്യൂബിൽ ഇടാനുള്ളൊരു പ്ലാനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു നല്ലൊരു മെമ്മറി അല്ലേ, അതുകൊണ്ട് അങ്ങ് ആഡ് ചെയ്യാമെന്ന് കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ നല്ല ഓണസദ്യയൊക്കെ കഴിച്ച് നല്ലൊരു ഓണമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.